ഞാൻ ആദ്യം ശ്രീ ഫിലിപ്പോസിലേക്കാണ് പോകുന്നത്. ശ്രീ ഫിലിപ്പോസ്, നമ്മൾ ഈ ഭക്ഷണവും മരുന്നും പോലുള്ള വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നത് പോലെ അത്തരത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് കിട്ടേണ്ട ഒരു വസ്തുവാണോ മദ്യം? അതിനുള്ള ആവശ്യം ഉണ്ടോ? ഇത് എന്താ ഇതിന് ഇത്ര ഈ മദ്യത്തിന് മാത്രം ഈ ഒരു തരംതിരിവ് വരുന്നത്? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്, പിന്നെ യാത്ര ചെയ്യേണ്ട. പിന്നെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചോളം വളരെ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളാണെങ്കിലും മാർക്കറ്റിൻ്റെ ഫെഡറേറ്റിൻ്റെ ആണെങ്കിലും വളരെ കുറവാണ്. ആ സമയത്ത് ഇതുപോലെ ഓൺലൈൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ സമയം. ഇതിനെ ഞങ്ങൾ ഈ മദ്യം ഉപയോഗിക്കുന്നവരെ ഇതിനെ സ്വാഗതം ചെയ്തൊരു സംഭവമാണ്. കാരണം വളരെ എളുപ്പമാണ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്. ഇപ്പം നമുക്കിപ്പോൾ എന്ത് വേണേലും, മീനാണേലും ഇറച്ചിയാണേലും ഏത് ഫുഡ് ഐറ്റംസ് ആണ്, ഏത് സാധനവും, വെണ്ടക്കായോ പയറോ ഏത് സാധനവും ഇപ്പോൾ ഓൺലൈൻ വരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ മദ്യം കൂടെ ആയിക്കോട്ടെ, നമുക്ക് അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട വേണ്ട ഒരു സാധനമാണോ മദ്യം? അല്ല ആണ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും കൊണ്ട് നിർബന്ധിച്ച് ആരുടെ വീടുകളിൽ കൊണ്ട് വാതിൽക്ക് കൊണ്ട് കൊടുക്കുന്നില്ലല്ലോ, നോട്ടീസ് കൊടുക്കുന്നില്ലല്ലോ. ആവശ്യക്കാർ വാങ്ങിച്ച് കഴിക്കട്ടെ. ഇപ്പം തന്നെ 50 ലക്ഷം ആൾക്കാർ ബിവറേജസിൽ ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ ബാറുകളിൽ പോയി മദ്യപിക്കുന്നുണ്ട്. അവർക്ക് ഈ മഴക്കാലത്തോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് പോകാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ നാണക്കേടുള്ള പോയി ക്യൂ നിന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക്, ഈ പോയി വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ഇത് അനുഗ്രഹമില്ലേ? ഇതിനെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇത് സമ്മതിക്കുമെന്ന്. കാരണം കേരളത്തിലെ എക്സൈസ് നിയമങ്ങളെയും ഇവിടുത്തെ ഇതിനെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ബാർ മുതലാളിമാരാണ്. ഏതെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ അത് അവർക്കാണ്, ബാർ മുതലാളിമാർക്കാണ് നഷ്ടം വരുന്നത്. ഈ ബിയർ, പ്രത്യേകിച്ച് ബിയർ എന്ന് പറയുന്നത് അവിടെ പോയിരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കുന്നൊരു സംഭവമാണ്. അല്ലാതെ വഴി കൊണ്ടു നടന്ന് കഴിക്കുന്ന മറ്റു മദ്യം, ഹോട്ട് ഡ്രിങ്ക്സ് പോലെ ആരും കഴിക്കുന്നതല്ല. ബിയറെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ബാറിലൊക്കെ ഇരുന്നാണ്. അപ്പോൾ അതിൻ്റെ കച്ചവടം ഈ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ബാർ മുതലാളിമാർക്ക് വിൽപ്പന കുറയും. അപ്പോൾ അവർ ആദ്യം എതിർക്കും. അവരാണല്ലോ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് തന്നെ അവർ തന്നെയാണ്. അതുകൊണ്ട് ഇത് നടപ്പിലാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഇത് നടപ്പിലായാൽ അത് സന്തോഷകരമായിരിക്കും, നല്ല കാര്യമായിരിക്കും. ഇത് ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. പിന്നെ കേരളത്തിൽ മാത്രമേ ഇത് സംഭവിക്കാത്ത. പല കാര്യങ്ങളും കേരളം ഒന്നാമതാണെന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളിലും കേരളം ഒന്നാമതാകണം. കാരണം ഇപ്പം പശ്ചിമ ബംഗാളിലുണ്ട്, ഒഡീസയിലുണ്ട്, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇത് അൺഓതറൈസ്ഡായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ ഇങ്ങനെ ഒരു മരണത്തിന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആറിൽ ഒത്തിരി ദൂരെയാണ് ബിവറേജസ്, അതാണ് ചിങ്ങവനോ ചങ്ങനാശ്ശേരിയിലോ പോകണം. അവനവിടെ നിന്ന് ഫോൺ ചെയ്ത് ആളെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് 100 രൂപ കൂടുതൽ കൊടുത്താൽ മതി, വീട്ടിൽ സാധനം കിട്ടും, പറയുന്ന ബ്രാൻഡ് കിട്ടും. അങ്ങനെ അൺഓതറൈസ്ഡായിട്ട് ഒരുപാട് സാധനങ്ങൾ ചില ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൊണ്ടു നടന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലൊരു ഗുണമെന്ന് പറയുന്നത് എക്സൈസ് വളരെ വിജിലൻ്റ് ആയതുകൊണ്ട് അത് വളരെ ആക്റ്റീവ് ആകുന്നില്ല, അല്ലെങ്കിൽ അതൊരു സ്ഥിരം പണിയായി മാറുന്നില്ല. ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ എക്സൈസുകാരെ കബളിപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. അത് വളരെ സംഭവമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നല്ല കാര്യമാണെന്നുള്ളതും ഇത് നല്ലതാണ്, ഉടനെ നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ടോണി ചിറ്റിലപ്പള്ളി, വലിയ വിമർശനമാണല്ലോ അൽമായ ഫോറം ഇതിനെതിരെ ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു വിമർശനം ഉയർത്തേണ്ട ഒരു സാഹചര്യം വരുന്നത്? ഇപ്പോൾ ശ്രീ ഫിലിപ്പോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യം ഇപ്പോൾ ഓൺലൈനായി എത്തിച്ചാലും ഇല്ലെങ്കിലും ആവശ്യമുള്ളവരെ വാങ്ങി കഴിക്കുകയുള്ളൂ. ആരെ നിർബന്ധിച്ച് ഏൽപ്പിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ ആവശ്യമുള്ളവർ മാത്രം, അവര് കഴിക്കുന്നവരാണെങ്കിൽ കടയിൽ നേരിട്ട് പോയി കഴിക്കുമായിരിക്കും. പക്ഷേ അത് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അതിന് ഇത്ര വലിയ വിമർശനം ഉയർത്തേണ്ട സാഹചര്യം എന്താണ്?